Good morning. Welcome to Morning Brief. കഴിഞ്ഞ ദിവസം നമുക്ക് ലഭിച്ച ഒരു റാലിയുടെ തുടർച്ച ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് മറ്റു കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് 25,290 എന്ന റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിഫ്റ്റിയുടെ ക്ലോസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 50 പോയിൻറ്റിൻ്റെ ഹയർ റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കും അത്തരത്തിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റ് താഴേക്ക് പോവുകയാണെങ്കിലും 24,500 എന്നത് ഒരു മേജർ സപ്പോർട്ടായിട്ട് നിൽക്കും. അത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പുൾ ബാക്ക് കിട്ടുമെന്ന്. കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ അറിയാം 24,509 വരെയാണ് നിഫ്റ്റി ഒരു കറക്ഷൻ വന്നത്. അവിടെ നിന്ന് നമുക്ക് പുൾ ബാക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതൊരു ടെക്നിക്കൽ ലെവലിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലെവലാണ് 24,500. അത് തന്നെയാണ് ഇപ്പോഴും വളരെ ക്രൂഷ്യലായിട്ട് നിൽക്കുന്നത്. ഒപ്പം നമുക്ക് അപ്സൈഡ് നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് 25,461 എന്ന ഒരു ലെവലാണ്. അതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ 25,670 വരെയൊക്കെ നമുക്കൊരു റാലി പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഓൾ ടൈം ഹൈയിൽ നിന്ന് 26,277 എന്ന ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം 4% മാത്രമേ ഇപ്പോൾ നിഫ്റ്റി ഡൗൺ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് ഫാക്ടേഴ്സ് എക്കണോമിയിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. പല റിസർച്ച് ഫേംസും പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് കുറച്ച് ഓവർ വാല്യൂഡ് ആവുന്നുണ്ടെന്നാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് നിഫ്റ്റിയെ ബേസ് ചെയ്തുകൊണ്ട് അഗ്രസീവ് പൊസിഷൻസ് എടുക്കാതെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഹോൾഡിങ്സുകൾ നോക്കുന്നതായിരിക്കും എപ്പോഴും ഈ ഒരു മാർക്കറ്റ് സാഹചര്യത്തിൽ വളരെ സേഫ് ആയിട്ടുള്ളത് എന്നാണ്. ഒപ്പം ഇന്ന് നോക്കാനുള്ളത് ഇന്ന് ഫെഡ് ചെയർമാൻ്റെ സെനറ്റ് ബാങ്കിങ് കമ്മിറ്റിക്ക് മുമ്പിലുള്ള ഒരു ടെസ്റ്റിമോണി സ്പീച്ചുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 months മോണിറ്ററി പോളിസി കമ്മിറ്റിക്ക് മുമ്പായിട്ട് തന്നെ അദ്ദേഹം സൂചന നൽകിയിട്ടുണ്ടായിരുന്നു ഉടനെ ഒരു റേറ്റ് കട്ട് സാധ്യതയില്ല എന്ന്. കാരണം ഇൻഫ്ലേഷൻ പ്രഷേഴ്സ് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ പല അനലിസ്റ്റ് ഫേമുകളും പറയുന്നത് ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാന പകുതിയോടുകൂടി ഇൻഫ്ലേഷൻ ഹയർ റേഞ്ചിലേക്ക് വരും എന്നാണ്. അപ്പോൾ അതിനെയൊക്കെ മുൻനിർത്തിയായിരിക്കാം ഫെഡ് ചെയർമാൻ അങ്ങനെ ഒരു സ്റ്റാൻസ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ റിഫ്ലക്ഷൻസ് മാർക്കറ്റിൽ തീർച്ചയായിട്ടും വരാനിരിക്കുന്നതാണ്. ഒപ്പം നമുക്ക് നോക്കാനുള്ളത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കുറച്ച് മൂവ്മെൻറ്റ്സ് പറയുന്നുണ്ട്. LICയും IDBIയിലുള്ള ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളം ഡിസ്കൗണ്ടിലായിരിക്കും LIC പോലുള്ള കമ്പനികളിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് പ്രഖ്യാപിക്കുക എന്നതും വളരെ ക്രൂഷ്യലായിട്ട് നോക്കേണ്ട കാര്യമാണ്. ഇത്രയും കാര്യങ്ങളെല്ലാം മുൻനിർത്തി ഒരു ട്രേഡിങ്ങിന് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒപ്പം ഇന്ത്യ അമേരിക്ക ട്രേഡ് ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫൈനലൈസ് ആയിട്ടില്ല. ഇന്നലെ മഞ്ചേഷ് സൂചിപ്പിച്ച പോലെ പല രാജ്യങ്ങളുമായിട്ടുള്ള അമേരിക്കയുടെ ട്രേഡ് ടോക്സ് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ഒരു മോഡറേറ്റ് പോസിറ്റീവ് എന്ന മൈൻഡിൽ നിന്നുകൊണ്ടായിരിക്കണം നമുക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. എല്ലാവർക്കും ഒരു ശുഭ ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.